നമുക്കറിയാം നമ്മുടെ ഇവിടെ ഈ പെരുമ്പാവൂരിൽ ഒരു ഇതര ഭാഷാ തൊഴിലാളിയുടെ മൊബൈൽ ഫോണിൽ ഒരു പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ഈ കേസിൽ അസം സ്വദേശി മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കാരണം മറ്റൊരു കേസിൽ പരാതിക്കാരനായി എത്തുന്നതിന് മുൻപ് തന്നെ ദുരൂഹമായ ചില ചാറ്റുകൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതായി പോലീസിന് സംശയമുണ്ടായിട്ടുണ്ട്. മുബാറക്കിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പാകിസ്ഥാനികളും അഡ്മിന്മാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് മുബാറക്കിന്റെ കേരളത്തിലെ ബന്ധങ്ങളിൽ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് തരത്തിലൊക്കെ ഇങ്ങനെ അന്വേഷണം പോവുകയാണ്. രേഷ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കണ്ടെത്തിയത്. തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങൾ ഏതൊക്കെ തലത്തിൽ, അതായത് ഇപ്പോൾ ഈ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്, അത് ലഭിച്ചു കഴിഞ്ഞാലാണ് ഒരു പക്ഷേ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതേസമയം തന്നെ ഈ അസം സ്വദേശിയുടെ മറ്റു ബന്ധങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണവുമായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ അന്വേഷണം? വീണ, വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ആലുവ റൂറൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഈ മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോൺ അത് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിരുന്നു. അതിന് ഫലം ലഭിച്ച ശേഷമായിരിക്കും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. 12 വർഷത്തോളമായിട്ട് കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഈ അസം സ്വദേശി എന്ന അയാളുടെ രേഖകൾ വ്യക്തമാക്കുന്നത് അസം സ്വദേശി എന്നാണ് മുബാറക് ഹുസൈൻ. ഈ 12 വർഷക്കാലവും അയാൾ കൊച്ചിയിലെ തന്ത്രപ്രധാന ഇടങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ പറയുന്ന മുബാറക് ഹുസൈനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് താൽക്കാലികമായിട്ടെങ്കിലും മുബാറക് ഹുസൈന് ജോലി ലഭിച്ചത്? ഇതടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഇനി ഈ മൊബൈൽ ഫോണിൻ്റെ രേഖകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ചില ദുരൂഹമായിട്ടുള്ള ചാറ്റുകൾ ഇയാൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ആ ചാറ്റുകൾ റിട്രൈവ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂരിലെ തന്റെ താമസ സ്ഥലത്തേക്ക് 5 അംഗ സംഘം അതിക്രമിച്ച് കയറി പണം അപഹരിച്ചു എന്നുള്ളൊരു പരാതിയുമായിട്ടാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മുബാറക് ഹുസൈൻ കടന്നെത്തുന്നത്. ആ സമയത്ത് പോലീസുകാർക്ക് ചില സംശയങ്ങൾ തോന്നി. കാരണം ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലും ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലുമാണ് ഇയാൾക്ക് പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് കടന്നത്. ഇയാളുടെ മൊബൈൽ ഫോണിൽ ചില പാകിസ്ഥാനികൾ അഡ്മിന്മാരായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് സജീവമായിട്ട് ഇയാൾ ചാറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഏത് രീതിയിലാണ് കേരളത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു സഹായം ലഭിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം വേണ്ടത്. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും എണ്ണ ശുദ്ധീകരണ ശാലയുടെയും ചിത്രങ്ങൾ ഇയാളുടെ ഫോണിലുണ്ടായിരുന്നു. അത് എന്ത് അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത്? അപ്പം തന്നെ പാകിസ്ഥാനിലെ അഡ്മിന്മാരായിട്ടുള്ള ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നടത്തി അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങൾ അത് പലതും ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് റിട്രൈവ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ചില ഗ്രൂപ്പുകൾ വഴി ഇയാൾ ചില കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ കാണുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, രേഷ്മ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൂടുതൽ ഫോറൻസിക് പരിശോധനാ ഫലം വരണം, സൈബർ പരിശോധനാ ഫലം അത് ലഭ്യമാകുമ്പോൾ മാത്രമാണ് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയുക. അതേസമയം ഇയാളുടെ മറ്റ് ബന്ധങ്ങളൊക്കെയും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്.